നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിനിറ്റ് വെച്ച് കൊട്ടിഘോഷിക്കുന്ന വിടുവായത്തരം കേട്ട് അതെല്ലാം വിശ്വസിച്ച് അതുപോലെ പ്രവർത്തിക്കാൻ ഇനി തങ്ങൾ മണ്ടരല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് GCC രാജ്യങ്ങൾ. നോക്കൂ, 6 അറബ് രാജ്യങ്ങൾ സംയുക്തമായി എടുക്കുന്ന തീരുമാനം അമേരിക്കയെ പരിപൂർണമായി വിശ്വസിക്കേണ്ടതില്ല എന്നതായിരുന്നു എങ്കിൽ അതൊരു പടി കൂടി കടന്ന് അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ തങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ വെല്ലുവിളിക്കാനോ ഇറാന്റെ നീക്കങ്ങളെ തടയിടാനോ GCC രാജ്യങ്ങൾ താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന് സൗദി തലവനും അതുപോലെ തന്നെ UAE ഭരണാധികാരിയും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, GCC രാജ്യങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് നിരവധി തൊഴിലവസരങ്ങളുടെ നഷ്ടം സൃഷ്ടിക്കപ്പെടും, രാജ്യം കുത്തുവാളയെടുക്കും, ഒട്ടനവധി സാമ്പത്തിക തകർച്ചകൾ അഭിമുഖീകരിച്ച് വന്ന ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മറികടക്കുക, ഇനി ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായാൽ അത് മറികടക്കുക അത്ര അനായാസമായിരിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇറാന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് സശ്രദ്ധം വീക്ഷിച്ച് മാത്രമാണ് നിലപാടെടുക്കുന്നത്. കുവൈറ്റ് ആയിരുന്നാലും ഖത്തർ ആയിരുന്നാലും UAE ആയിരുന്നാലും സൗദി ആയിരുന്നാലും കൃത്യമായി അവർ ആ നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഈജിപ്തിനെ ഒപ്പം ക്ഷണിക്കാനും തയ്യാറെടുക്കുകയാണ്. കാരണം ഈജിപ്തിൽ വെച്ചാണല്ലോ സമാധാന ചർച്ചയും പ്രക്രിയയും ഒക്കെ നടന്നത്. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാൻ ചില നിലപാടുകൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയെന്നറിയാൻ തങ്ങൾക്ക് പരിപൂർണമായ താല്പര്യമുണ്ട് എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ ഒരു വ്യവസായ താല്പര്യവും വാണിജ്യ താല്പര്യങ്ങളും ഇനി ഹോർമൂസ് കടലിടുക്കിലൂടെ അനിശ്ചിത കാലത്തേക്ക് നടക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക നില തന്നെ തകിടം മറിയാൻ പോവുകയാണ് എന്നൊരു വാർത്ത കേൾക്കുന്ന നിമിഷം തന്നെ ട്രംപിനെ പരസ്യമായി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പല നേതാക്കളും തള്ളിപ്പറയുകയാണ്. നമുക്കറിയാം, മൈക്ക് പെൻസ് അടക്കമുള്ള പഴയ ട്രംപിന്റെ വിശ്വസ്തനായിരുന്ന വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ വളരെ വ്യക്തമായി പറയുകയാണ്, ട്രംപ് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല, ഈ പണി നിർത്തി തൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയോ കൂടുതൽ കല്യാണങ്ങൾ കഴിച്ച് സുഖലോലിപരായി ജീവിക്കുകയോ ചെയ്യൂ. അതൊക്കെയായിരിക്കും നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇറാനോട് ചൊറിയാൻ ചെന്നതിന് കണക്കിന് മറുപടി കൊടുക്കുകയാണ്. ഖമനേയുടെ ജീവൻ എടുത്തതിന് മകൻ കണക്കുവെച്ച് ഓരോ ദിവസവും ഇറാന്റെ 10 മടങ്ങ് ശക്തിയുള്ള മിസൈലുകളും അന്തർവാഹിനികളും ഒക്കെയായി ഇറങ്ങുകയാണ്. ഇറാന്റെ കപ്പൽ തകർത്തതിന് ഇറാൻ കൊടുക്കുന്ന മറുപടി അത് കടൽ പ്രക്ഷുബ്ധമാകും എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന വാർത്ത.